പോസ്റ്റ് മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ആണ്. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് എനിക്കൊരു ക്ലിയർ പിക്ചർ ഇല്ലെന്ന്. കാരണം വേറൊന്നുമില്ല. റീസെന്റ് ലിക്വിഡിറ്റി മീറ്റ് ചെയ്തേക്കുന്ന 4 hour മീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 15 മിനിറ്റ് റിയാക്ഷൻ ആയിട്ട് താഴത്തേക്ക് സെൽ സൈഡിലേക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ അവിടെ നിന്ന് സെല്ല് ചെയ്യാഞ്ഞതിൻ്റെ റീസൺ ഇതാണ്. അതായത് ഡെയിലി ഇത് ഓർഡർ ബ്ലോക്കിലാണ് പ്രൈസ് മെറ്റിയേറ്റ് ചെയ്തേക്കുന്നത് ഫ്രൈഡേ. എന്നിട്ട് 1 hour ഇതിനകത്ത് വന്നിട്ട് പ്രൈസ് 1 hour ബുള്ളിഷായി. അതുകൊണ്ടാണ് ആക്ച്വലി ട്രേഡ് എടുക്കാഞ്ഞത്. അതായത് പ്രൈസ് നോക്കുവാണെങ്കിൽ വീക്ക്ലിയിൽ ഓർഡർ ബ്ലോക്ക് മെറ്റിയേറ്റ് ചെയ്ത് ഡെയിലിയിൽ IFAG പ്രൈസ് ഡെയിലിയിൽ ബുള്ളിഷ്, 4 hour നോക്കുവാണെങ്കിൽ 4 hour ബുള്ളിഷ്, ഡെയിലിയിലും 4 hour ബുള്ളിഷ് ആയതുകൊണ്ട് ആണ് ശരിക്കും എടുക്കാഞ്ഞത്. പിന്നെ സെൽ സൈഡിലായിട്ട് മാർക്കറ്റ് പോകണമെങ്കിൽ ഇവിടെ എന്തായാലും ലിക്വിഡ് എടുത്തിട്ടുണ്ടാവും. നോക്കുവാണെങ്കിൽ അങ്ങനെ ഒരു സാധനം കാണുന്നില്ല. അത് കഴിഞ്ഞിട്ട് പ്രൈസ് ഡെയിലി ഓർഡർ ബ്ലോക്ക് ചെയ്തിട്ട് 1 hour ഷിഫ്റ്റ് കിട്ടും നമുക്ക്. 1 hour ഷിഫ്റ്റ് രീതിയിൽ പ്രൈസ് വന്നിട്ട് ഇത് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പ്രൈസ് മുകളിലേക്ക് പോയി. ഇവിടെ ഒരു 4 hour റിജക്ഷൻ ബ്ലോക്ക് ടാപ്പ് ചെയ്ത് എന്നിട്ട് 15 മിനിറ്റ് താഴത്തേക്കുള്ള റിയാക്ഷനും കിട്ടി. നമ്മുടെ റീസെന്റ് ഇക്വിറ്റി പ്രൈസ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് താഴത്തേക്ക് വന്നിട്ടുണ്ട്. എങ്കിൽ എനിക്കിന്ന് അത് സെല്ല് ചെയ്യാമായിരുന്നു. ഞാനത് ചെയ്യാഞ്ഞതിൻ്റെ റീസൺ ഇപ്പോൾ മാർക്കറ്റ് ക്ലീൻ അല്ല. ഇതിപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഇപ്പം പ്രോഫിറ്റ് ആകുവാണെങ്കിൽ ഈ സാധനം തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യും. എൻ്റെ ഒരു മിസ്റ്റേക്ക് അത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഭാവിയിൽ വേറെ പ്രശ്നങ്ങളെത്തും. അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് എടുക്കാഞ്ഞത്. നോക്കുകയാണെങ്കിൽ അതിനെ ടാപ്പ് ചെയ്ത് പ്രൈസ് താഴത്തേക്ക് വന്നു. എന്നിട്ട് എൻ്റെ മുകളിലേക്ക് ചെയ്തിട്ട് വീണ്ടും താഴത്തേക്ക് വന്നു. ഇത്രേ ഉള്ളൂ.